സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐശ്വര്യ വക്കീലിനോട് രാധികയെ കണ്ട കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം വക്കീൽ പറയണേ, ക്ഷമയുടെ തനി പകർപ്പ് ആ കുട്ടിയെന്ന് പറഞ്ഞു ശ്രീകൃഷ്ണപുരത്ത് താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ടും ആ കുട്ടിയെ ഇതുവരെ കണ്ടെത്തി മുമ്പിൽ കൊണ്ടുവരാൻ പറ്റാത്തത് ഐശ്വര്യയുടെ പരാജയമായിട്ട് വേണം കാണാനായിട്ട്. അന്നേരം ഐശ്വര്യ പറയണേ, ഞാൻ ആ ശ്രീകൃഷ്ണപുരത്ത് മുഴുവൻ പോയി അന്വേഷിച്ചതാന്നേ. മാത്രമല്ല ആ വിനയപ്രസാദിനിയുടെ പിന്നാലെ പോവുകയും ചെയ്തു. അവർക്കാണെങ്കിൽ ഓരോ ദിവസം ഓരോ സ്ഥലത്തായിരിക്കും ഷൂട്ട്. അവരുടെയൊക്കെ പിന്നാലെ പോയിട്ട് ഒരു തുമ്പ് കിട്ടിയതുമില്ല. ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അന്നേരം ആ വക്കീൽ പറയണേ, എനിക്ക് പരിചയമുള്ളൊരു പോലീസുകാരിയുണ്ട്, സോണിയ. പുള്ളിക്കാരി 2 മാസമേ സർവീസിലിരുന്നിട്ടുള്ളൂ. ആ പുള്ളിക്കാരിയോടെ മോശമായിട്ട് പെരുമാറിയ ഒരു മേലുദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്തു. അതിൻ്റെ പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം പുള്ളിക്കാരി തന്നെ രാജിക്കത്ത് എഴുതി കൊടുക്കുമായിരുന്നു, ഇതുപോലൊരു സ്ഥലത്ത് നാണം കിട്ടി ഇനി കടിച്ചു തൂങ്ങി നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഇൻ്റലിജൻറ്റാണ്, ആള് നല്ല ബോൾഡാണ്. സർവീസിലില്ലെങ്കിലും എന്നെ പല കാര്യത്തിലും സഹായിക്കാറുള്ളത് സോണിയയാണ്. സോണിയ വിചാരിച്ചാൽ ഷാമയുടെ മകളെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ഐശ്വര്യയുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റും. അന്നേരം ഐശ്വര്യ ചോദിക്കണേ, അല്ല ഇപ്പോൾ ഇവർ എവിടെയുള്ളത്? ആളിവിടെ തന്നെയുണ്ട്, ഞാൻ ഇപ്പോൾ വിളിക്കാം. സോണിയ ഇങ്ങ് വന്നേ. അങ്ങനെ സോണിയ അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ. അന്നേരം വക്കീല് ഐശ്വര്യക്ക് സോണിയെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. സോണിയ, ഇതാണ് ഐശ്വര്യ, എൻ്റെ ഫ്രണ്ടാ. ഐശ്വര്യക്ക് സോണിയുടെ ഒരു സഹായം വേണം. ഞാൻ സോണിയെ സഹായിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അന്നേരം സോണിയ പറയണേ, അതിനെന്താ, വന്ദനം ഞാനും തമ്മിൽ നല്ല അടുപ്പമുള്ളത്, അതുകൊണ്ട് തന്നെ വന്ദന പറഞ്ഞാൽ എന്ത് കാര്യം ഞാൻ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ടത്? അന്നേരം ഐശ്വര്യ പറയണേ, ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. ആളിവിടെ താമസിക്കുന്നതെന്നൊക്കെ അറിയാം, പിന്നെ അയാളുടെ അതേ രൂപസാദൃശ്യമുള്ള ഒരു ഫോട്ടോയും തരാം, അത് വെച്ച് കണ്ടുപിടിച്ചാൽ മതി. അന്നേരം കേൾക്കുമ്പോൾ സോണിയ പറയണേ, അതിനെന്താ, കൊള്ളാം, എത്ര സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കണം അതുമാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ആ കുട്ടിയെ ഞാൻ കണ്ടുപിടിക്കും. പിന്നെ ആ കുട്ടിയെ കണ്ടുപിടിച്ചാൽ മാത്രം മതിയോ, അതോ കണ്ടുപിടിച്ച് പൊക്കിക്കൊണ്ട് വരികയും വേണോ? അന്നേരം ഐശ്വര്യ പറയണേ, ആദ്യം കണ്ടുപിടിച്ചാൽ മതി, എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എന്താ വേണ്ടതെന്ന് പറയാം. ശരി, പറഞ്ഞത് ഞാൻ പറഞ്ഞ സമയത്തിന് മുമ്പേ ചെയ്തിരിക്കും. ഈ സമയം മദന പറയണേ, എന്നാൽ ശരി, സോണിയ പൊക്കോളും. ഐശ്വര്യയെ, സോണിയ ഈ കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നടപ്പാക്കിയിരിക്കും. താൻ പേടിക്കണ്ട, ആ കുട്ടിയെ സോണിയ തന്നെ കണ്ടെത്തിക്കോളും. ഈ സമയം ഐശ്വര്യ പറയണേ, കാണുന്നവർക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവിതം ഞാൻ നശിപ്പിക്കുന്നതായിട്ട് തോന്നും, പക്ഷേ എൻ്റെ ജീവിതം അവളാണ് നശിപ്പിക്കാൻ പോകുന്നത്. അത് തടയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാത്രി കണിമംഗലം വീട്ടിലേക്ക് ശരത്ത് മുഖമൊക്കെ മറച്ച് ആരും അറിയാതെ അകത്തേക്ക് കയറുവാണ്. എന്നിട്ട് നേരെ മുകളിലേക്ക് പ്രിയങ്കയുടെ റൂമിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്കയുടെ റൂമിലെത്തി ഡോർ അടച്ചു പൂട്ടുക. ഈ സമയം ആരാണെന്നറിയാതെ പ്രിയങ്ക ടെൻഷനാകുക. ആരാ ഇത്? അന്നേരം ശരത്ത് മുഖത്ത് മറിച്ചിരിക്കുന്ന തുണിയൊക്കെ എടുത്ത് മാറ്റുവാണ് കേട്ടോ. അത് കാണുമ്പോൾ പ്രിയങ്ക വല്ലാതെ ടെൻഷനാകുക. ശരത്തെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എൻ്റെ വീട്ടിലേക്ക് പറയുന്നത് പോലെ എളുപ്പമല്ലോ ഈ വീട്ടിലേക്ക് വരാൻ. ഇവിടെ നിറയെ ആൾക്കാരുള്ളതാ, ആരെങ്കിലും കണ്ടാൽ എല്ലാം തീർന്നില്ലേ? അന്നേരം ശരത്ത് പറയണേ, ഞാൻ നിന്നെ ഇന്ന് എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അത് പിന്നെ ശരത്തെ, ഇന്നിവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതിൻ്റെ ടെൻഷനിലും മറ്റുമായിരുന്നു ഞാൻ, അതാ ഞാൻ ഫോൺ എടുക്കാഞ്ഞത്. അതേക്കുമ്പോൾ ശരത്ത് പറയണേ, മനസ്സിലായി പ്രിയങ്കി, ഞാൻ മുമ്പ് സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വന്നു. നീ നിൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങി. ഇവിടുത്തെ മരുമകളായിട്ട് അടച്ചുപൂട്ടി ജീവിക്കുന്നതിൽ നിനക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ നിനക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും നിൻ്റെ ഒപ്പം നിന്നതാ ഞാൻ. അങ്ങനെ ഞാൻ നിനക്ക് വേണ്ടി നിന്നതിലൂടെ സിനിമയിലുള്ള പലരുമായിട്ടും എനിക്ക് വെറുപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ പലരുടെ മുമ്പിൽ പോലും പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി എനിക്ക്. നിന്നെപ്പോലെ എൻ്റെയും ജീവിതം സിനിമയിലായിരുന്നു. നീ കാരണോ നിനക്ക് വേണ്ടിയാണ് ഞാൻ ഓരോ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാക്കിയത്. ഇപ്പോൾ എൻ്റെ ജീവിതം കൂടി നശിഞ്ഞിരിക്കുക. അന്നേരം പ്രിയങ്ക പറയണേ, ശരത്തെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ സ്വപ്നങ്ങളൊന്നും ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, അതിനെനിക്ക് പറ്റുകയില്ല. ഇവിടുത്തെ നല്ലൊരു മരുമകളായിട്ട് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റി എങ്ങനെയെങ്കിലും നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കുറച്ച് നാളുകൂടി ഞാൻ ശ്രമിക്കും. വരുണിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടാവുന്നിടത്തോളം പൈസയോ സ്വർണ്ണോ എന്താണെന്ന് വെച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരും. നീ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കും. തൽക്കാലം നീ ഇവിടുന്ന് പോ. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്കെന്നെ നല്ല പേര് നിലനിർത്തിയേ പറ്റൂ. എന്നാലേ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകൂ. പ്ലീസ് ശരത്തെ, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക. അന്നേരം ശരത്ത് പറയണേ, ശരി, തൽക്കാലം ഞാൻ ഇപ്പോൾ പോകാം. പക്ഷേ നീ എന്നെ ചതിക്കുവാണെന്ന് തോന്നിയാ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. എനിക്ക് കിട്ടാത്തത് നിനക്കും വേണ്ടെന്ന് ഞാൻ വിചാരിക്കും. എല്ലാം ഞാൻ വിളിച്ചു പറയും. അന്നേരം പ്രിയങ്ക പറയണേ, ശരത്തെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നീ വിളിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഫോൺ എടുത്തോളാം. നീ വാ, ആരുടെ ശ്രദ്ധപ്പെടാതെ പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ പ്രിയങ്ക ശരത്തിനെയും കുട്ടി പുറത്തേക്ക് പോകാനായിട്ട് ഹോളിലെത്തുമ്പോഴായിരിക്കും കേട്ടോ വെള്ളം കുടിക്കാൻ വന്ന കൽപ്പന അവരെ കാണുന്നത്. അങ്ങനെ കൽപ്പന, ആരുടെ നീ എന്ന് പറഞ്ഞ് ചോദിക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക വേഗം തന്നെ ശരത്തിനെ കുട്ടി ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുവാണ്. അന്നേരം കൽപ്പന അങ്ങോട്ടേക്ക് ഓടി വരുമ്പോൾ ആരും കാണുന്നില്ല കേട്ടോ. ഈ സമയം കൽപ്പന പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള വാതിലാണ് കിടക്കുക. എന്നിട്ട് അമ്മേനെയും വരുണിനെയും ഗൗതത്തിനെയും എല്ലാവരും വിളിച്ചു വരുത്തുവാണ്. അങ്ങനെ വരുണും ഗൗതവും മുത്തശ്ശിയും പത്മിനിയൊക്കെ അവിടെ എത്തുവാണ് കേട്ടോ. എന്താ കൽപ്പന, എന്താ കാര്യം? ഗൗതം ചോദിക്കുമ്പോൾ കൽപ്പന പറയണേ,
ഗൗതം, ഈ വീട്ടിലൊരു കള്ളൻ കയറിയിട്ടുണ്ട്. ഈ സമയം മുത്തശ്ശിക്ക് എന്താ എന്താ കൽപ്പന? അന്നേരം കൽപ്പന പറയണേ, സത്യം പറഞ്ഞാൽ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടേണ്ട ഒരു കാര്യമോ, പിന്നെ നമ്മുടെ കുടുംബത്തിന് നാണക്കേടാവുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ നമ്മളെ മാത്രം ഇപ്പോൾ അറിയിച്ചത്. ഈ വീട്ടിലെ ഒരാൾ കയറിയിട്ടുണ്ട്. പ്രിയങ്കയുടെ റൂമിൽ നിന്ന് അയാൾ വന്നത്. എൻ്റെ ഭർത്താവ് വീൽസയിലായിരുന്നിട്ട് പോലും ഇതുവരെ മറ്റൊരു പുരുഷനെ ഞാൻ വിളിച്ചു കയറ്റിയിട്ടില്ല. എന്നാൽ അവളങ്ങനെയല്ല. അന്നേരം മുത്തശ്ശേരനെ നിർത്ത്. എന്ത് തോന്നിയവാസവും അങ്ങ് വിളിച്ചു പറയാനായോ നിനക്ക്? അന്നേരം കൽപ്പന പറയണേ, ഞാൻ ഇല്ലാത്ത കാര്യമൊന്നുമല്ല പറയുന്നത്. മുത്തശ്ശിയുടെ പ്രിയപ്പെട്ട മരുമകളെ വിളിക്ക്, പ്രിയങ്ക വിളിക്ക്. അവളിവിടെ അല്ല വരണുണ്ടായിരുന്നു റൂമിൽ. ഇല്ല, ഞാൻ ബാൽക്കണിയിലായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? മരുമകൾ വിളിച്ച് ചോദിക്കും. അന്നേരം മുത്തശ്ശി പ്രിയങ്കേനെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക താഴത്തെ റൂമിൽ നിന്ന് ഡോർ തുറന്ന് വരുന്നത് അവർ കാണുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അല്ല നീ എന്താ ഈ റൂമിൽ? അത് പിന്നെ മുത്തശ്ശി, ഞാൻ ഈ വീടങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അത് കാരണം ഈ റൂമിലൊന്ന് കയറി നോക്കിയതാ. ഈ സമയം കൽപ്പന ചോദിക്കണേ, അല്ല നീ റൂമിൽ ഒളിപ്പിച്ച ആളെ ഇങ്ങനെ പുറത്തേക്ക് വിളിക്ക്. ഏട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത്? റൂമിൽ ഞാൻ ആളൊളിപ്പിച്ചെന്നോ? ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് കരുതി വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അന്നേരം കൽപ്പന പറയണേ, എടി നീ കൂടുതൽ ഇനി ഒന്നും മറച്ചു വെക്കാൻ നോക്കണ്ട. നീ മുകളിൽ നിന്ന് നിന്റെ റൂമിൽ നിന്ന് ഒരാളെയും കൊണ്ട് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാടി. അയാൾ നീ ഈ റൂമിനുള്ളിൽ തന്നെ ഒളിപ്പിച്ചിരിക്കുന്നത്. ഇല്ല മുത്തശ്ശി, ഈ ഏട്ടത്തി എന്നോടുള്ള വൈരാഗ്യം വെച്ച് കള്ളം പറയുന്നതാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ റൂമിൽ ആരുമില്ല. അതേക്കുമ്പോൾ ഗൗതം പറയണേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ. മാറടി. മുത്തശ്ശി, നിങ്ങൾക്കൊന്നും എന്നെ വിശ്വാസമില്ലേ? ഞാൻ എന്ത് സഹിക്കും? ഇങ്ങനത്തെ വാക്കുകളുകൊണ്ട് എന്നെ വേദനിപ്പിക്കലെന്ന് പറ മുത്തശ്ശി. അന്നേരം കൽപ്പന പറയണേ, എടി നിന്റെ കള്ളത്തരമൊക്കെ കഴിഞ്ഞടി. എനിക്ക് 100% ഉറപ്പാ ഇവൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവൻ ഒളിപ്പിച്ചിരിക്കുന്നത്. മുത്തശ്ശി, അമ്മേ നിങ്ങൾ ആരെങ്കിലും തന്നെ കയറി നോക്കും. ഈ സമയം വരുൺ പറയണേ, മുത്തശ്ശി ഒന്ന് കയറി നോക്കിയേക്കും. അങ്ങനെ മുത്തശ്ശിയും പത്മിനിയും കൽപ്പനയും കൂടി റൂമെല്ലാം അടിച്ചു വെറുക്കുവാണ് കേട്ടോ. മുത്തശ്ശി ചോദിക്കണേ, എവിടെ? നീ പറഞ്ഞ ആളെവിടെ? അങ്ങനെ കൽപ്പന അവിടെ എല്ലാം നോക്കുവാണ്. എന്നിട്ട് നാണം കെട്ട് പുറത്തേക്ക് വരുവാണ് കേട്ടോ. ചിലപ്പോൾ ഇവൾ വേറെ ഏതെങ്കിലും റൂമിലേക്ക് മാറ്റി കാണും. ഗൗതം, നീ എല്ലായിടത്തും പോയി നോക്ക്. അങ്ങനെ കൽപ്പന അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ മുത്തശ്ശി തടഞ്ഞു നിർത്തുക. നിൽക്കവിടെ, ഗൗതം പോയിട്ടുണ്ടല്ലോ. ഈ സമയം ഗൗതം എല്ലായിടത്തും നോക്കിയിട്ട് തിരിച്ചു വരുക. ഇവിടെയൊന്നും ആരുമില്ല മുത്തശ്ശി. അന്നേരം മുത്തശ്ശി വരണേ, കേട്ടില്ലേ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? എന്തിനാടി നീ ഇത്ര മോശമായിട്ടുള്ള കാര്യം പ്രിയങ്ക മോളെക്കുറിച്ച് പറഞ്ഞത്? അവൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? നിനക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുവിടെന്ന് പറഞ്ഞ് എന്തും പറയാമെന്നായോ? അന്നേരം കൽപ്പന പറയണേ, മുത്തശ്ശി ഞാൻ കണ്ട കാര്യമോ, ഇവൾ പെരും കണ്ണിയാ. വരുൺ, നീ എങ്കിലും വിശ്വസിക്കണം, നിന്നെ ഇവളെ ചതിച്ചുകൊണ്ടിരിക്കുവാണ്. ഇനിയും നീ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാലേ ഇവള് നിന്നെ മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കും. ഇത് കേൾക്കുന്നതും മുത്തശ്ശി ദേഷ്യത്തിലെ കൽപ്പനയുടെ കാരണത്തിട്ടൊന്ന് കൊടുക്കുക. ദേ, ഇനി നീ പ്രിയങ്ക മോളെക്കുറിച്ച് ഒരു വാക്കെങ്കിലും ദൂഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീയായിരിക്കും ഈ വീടിന് പുറത്തേക്ക് പോകുന്നത്. പിന്നീട് ഒരിക്കലും നിനക്ക് മുമ്പിൽ ഈ വാതിൽ തുറക്കില്ല. ഈ സമയം കൽപ്പനയാണെങ്കിൽ എല്ലാവർക്കും മുമ്പിൽ അപമാനിതയായി സങ്കടത്തോടെ അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി ഗൗതമിനോട് പറയണേ, ഗൗതം, കൽപ്പനയുടെ വാക്ക് കേട്ട് എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നത് പലതവണ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാ കൽപ്പനയോട് പറഞ്ഞത് നീയും കേട്ടതല്ലേ, പിന്നെ നിന്റെ സ്ഥാനം വീടിന് പുറത്തായിരിക്കും. അങ്ങനെ ഗൗതവും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ആക്ടിങ് തുടങ്ങുക. അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുക. മുത്തശ്ശി, എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത് വിവാഹം കഴിഞ്ഞ് കയറി ചെന്ന വീട്ടിൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്യണമെന്നാ. അവരെ ആരെയും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും വേദനിപ്പിക്കരുതെന്നാ, സ്നേഹിക്കണം എന്ന് മാത്രം. ഇതെല്ലാം ഞാൻ ഇവിടെ ചെയ്യുന്നത്. എന്നിട്ടും ഏട്ടത്തിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അന്നേരം മുത്തശ്ശി പറയണേ, മോളെ അങ്ങനെ ആര് പറഞ്ഞു? ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടമോ? പിന്നെ കൽപ്പന പറയുന്നു, നീ മനസ്സിൽ വെക്കാൻ നിൽക്കണ്ട. ഇനി അവളിങ്ങനെ എങ്ങാനും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മോളും കൂടി കേട്ടതല്ലേ. മോളിന് കരയും വിഷമിക്കുക ഒന്നും വേണ്ട കേട്ടോ. അന്നേരം മുത്തശ്ശി വരണേ നോക്കുമോ. വരണേ, നിനക്കൊന്നും പറയാനില്ലേ? എന്താ ഇങ്ങനെ നീ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അന്നേരം വരുൺ പറയണേ, താനത് വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞ് വരുൺ റൂമിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതാണ്. ഡോക്ടർ പറയണേ, എടോ തന്നോട് ഞാൻ കുറേ നാളായില്ലേ പറയുന്നത് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റിന് അഡ്മിറ്റ് ആവാൻ, അല്ലെങ്കിൽ വിദേശത്ത് ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്കോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകാൻ. അന്നേരം പരമേശ്വരൻ പറയണേ, ഡോക്ടറല്ലേ എന്നോട് പറഞ്ഞത് 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അപൂർവ രോഗം ഇതെന്ന്? അല്ല, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആക്കാം, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ വിദേശത്തേക്ക് പോകാം. എന്താണെങ്കിലും എൻ്റെ ഈ രോഗം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റുമെന്ന് ഡോക്ടറിന് ഉറപ്പ് പറയാൻ പറ്റുന്നോ? ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും കിടന്നിട്ട് എണീക്കുമ്പോൾ ഇന്നുകൂടി എനിക്ക് ജീവൻ തിരികെ കിട്ടിയല്ലേ എന്നുള്ള അത്ഭുതത്തോടെയാണ് ഞാൻ എണീക്കുന്നത്. എത്ര നാൾ ഇതുപോലെ എനിക്ക് ലോകത്തുണ്ടാകാൻ പറ്റുമെന്ന് അറിയില്ല. ഇക്കാര്യം എനിക്ക് വീട്ടിലുള്ളവരെ അറിയിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അവരൊക്കെ അറിഞ്ഞാൽ വല്ലാതെ വിഷമിക്കും. എന്താണെങ്കിലും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ ചികിത്സിച്ചിട്ടാണെങ്കിലും ഈ അസുഖം മാറ്റാൻ തയ്യാറാണ്. പക്ഷേ അവിടെയും ഉത്തരമില്ലാത്തൊരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ടാവും, വെറുതെ എന്തിനാ ഇതൊക്കെയെന്ന്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തേക്ക് ഓട്ടോറിക്ഷയിലെത്തുന്ന
ദേവനെയും യശോദേനെയും മുത്തശ്ശീനെയും രാധികനെയും കേട്ടോ. അവർ കുറേ പലഹാരങ്ങളും മറ്റുമായിട്ട് എത്തുവാണ്. ഈ സമയം ബിജു അവരെല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് അകത്ത് കാത്തിരിക്കുന്ന കണിമംഗലത്തുകാരോട് പറയുവാണ് കേട്ടോ. ഈ സമയം ഇത് കേൾക്കുന്നതും സന്തോഷത്തോടെ പ്രിയങ്കയും ബിജുവൊക്കെ പുറത്തേക്ക് വരുവാണ്. അന്നേരം വരുണും വീട്ടിലുള്ള എല്ലാവരും അവിടെ ഉണ്ടാകും കേട്ടോ. ഈ സമയം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന രാധികയെ കണ്ട് ടെൻഷനോട് കൂടി നിൽക്കുന്ന പ്രിയങ്കയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്